സ്വാഗതം. ഭാരതീയ ജ്ഞാന വ്യവസ്ഥകളും പിന്നെ ഈ സുസ്ഥിരതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ തന്ന ഈ മെറ്റീരിയലുകൾ ശരിക്കും വളരെ കൗതുകം നിറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ഇന്നത്തെ വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ പുരാതന അറിവുകൾക്ക് ശരിക്കും കഴിയുമോ എന്നതാണ്. അതെ, ഇതൊരു ചരിത്ര ക്ലാസ് അല്ല, മറിച്ച് ഈ പഴയ ആശയങ്ങൾക്ക് ഇന്നത്തെ ലോകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നൊരു അന്വേഷണമാണ്. തീർച്ചയായും ഇതൊരു എന്താ പറയാ ഒരു മ്യൂസിയത്തിൽ വെച്ച പുരാവസ്തുവിനെ കുറിച്ചുള്ള ചർച്ചയല്ല. അല്ല. നിങ്ങൾ നൽകിയ രേഖകൾ തന്നെ പറയുന്നത് ഇതിപ്പോഴും ജീവിക്കുന്ന വികസിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണെന്നാണ്. ഉം ഇന്നത്തെ വികസന സങ്കല്പങ്ങളെ, അതായത് എല്ലാം വെട്ടിപ്പിടിക്കണം എന്നൊരു ചിന്തയില്ലേ, അതിനെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പൊ ഇതിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം? നമുക്ക് നോക്കാം. ശരി, അപ്പൊ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഭാരതീയ ജ്ഞാന വ്യവസ്ഥ അഥവാ IKS? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ട അറിവുകളുടെ ഒരു വലിയൊരു കൂട്ടമാണിത്, അല്ലേ? അതെ, പക്ഷെ കേവലം പുസ്തകങ്ങളിലും താളിയോലകളിലുമുള്ള അറിവ് മാത്രമല്ല, അതിന്റെ ഒരു സൗന്ദര്യം അതിന്റെ വൈവിധ്യത്തിലാണ്. വൈവിധ്യം എന്ന് പറയുമ്പോ അതായത് ആയുർവേദം, യോഗ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കൃഷി, ജലസംരക്ഷണം, വാസ്തുവിദ്യ, അതെ, ഭരണം, ഗണിതം, പരിസ്ഥിതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഇത് സ്പർശിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രവും ആത്മീയതയും ജീവിത രീതിയും ഇവിടെ വേറിട്ട് നിൽക്കുന്നില്ല എന്നതാണ്. എല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. ഐക്യത്തിനാണ് പ്രാധാന്യം. നിങ്ങൾ ഈ പറഞ്ഞ വൈവിധ്യം കേൾക്കുമ്പോൾ എനിക്ക് കൗതുകം തോന്നുന്നു. കാരണം നമ്മൾ സാധാരണയായി ഇതിനെക്കുറിച്ച് കുറച്ച് ഒരു ആത്മീയ കാര്യങ്ങളുമായി മാത്രം ചേർത്താണ് കാണാറ്. ശരിയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം വേരുകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതിന്റെ തുടക്കം വേദകാലഘട്ടം വരെ നീളുന്നുണ്ട്. അന്ന് അറിവുകൾ വാമൊഴിയായി, എഴുതപ്പെട്ട രൂപത്തിലായിരുന്നില്ല. അല്ല, ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തക്ഷശില, നളന്ദ പോലുള്ള ലോകോത്തര സർവകലാശാലകൾ വന്നു. തീർച്ചയായും. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലുമെല്ലാം അക്കാലത്ത് ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. പക്ഷേ ഇതിലൊരു രസകരമായ ട്വിസ്റ്റ് വരുന്നത് കൊളോണിയൽ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും സമ്പന്നമായ ഒരു അറിവ് പെട്ടെന്ന് ഇവിടെ പോയി. നിങ്ങളുടെ മെറ്റീരിയലിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ തദ്ദേശീയമായ അറിവുകളെല്ലാം പിന്തള്ളപ്പെട്ടു എന്ന് പറയുന്നു. അതെ, അതൊരു ചെറിയ മാറ്റമായിരുന്നില്ലല്ലോ. അല്ല, അതൊരു വലിയ സാംസ്കാരികമായ ആക്രമണം തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ കൃഷിരീതികൾ പിന്നാക്കവും യൂറോപ്യൻ മാതൃകകൾ ആധുനികവുമാക്കി. അതെ, അങ്ങനെ മാറ്റി. നമ്മുടെ നാട്ടുവൈദ്യം പരിഹസിക്കപ്പെട്ടു. ഇതിന്റെ ഏറ്റവും വലിയ ആഘാതം എന്തായിരുന്നു എന്നാൽ നമ്മുടെ സ്വന്തം അറിവുകൾ മോശമാണെന്നും പാശ്ചാത്യമായതാണ് ശരിയെന്നുമുള്ള ഒരു ചിന്താഗതി നമ്മുടെ ആളുകളിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. അതെ, അത് തന്നെ. ഒരു തലമുറയുടെ ആത്മവിശ്വാസമാണ് അവിടെ തകർക്കപ്പെട്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിന്റെ ഇന്നത്തെ പുനരുജ്ജീവനത്തെ കാണാൻ, അല്ലേ? കൃത്യമായി. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ആധുനിക ശാസ്ത്രത്തിന് മാത്രം ഇതിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ലോകമെമ്പാടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയം NEP 2020 ഈ IKSന് ഇത്ര പ്രാധാന്യം നൽകുന്നതും അതുകൊണ്ടായിരിക്കാം. തീർച്ചയായും ഇത് പഴയതിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ശ്രമമല്ല, മറിച്ച് നമ്മുടെ വേരുകളിൽ നിന്ന് കരുത്താർജിച്ച് ഭാവിയെ നേരിടാനുള്ള ഒരു ശ്രമമാണ്. ഒരു തരം സമന്വയം. അതെ, ഭൂതകാലത്തെ ബഹുമാനിച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പുതിയൊരു വഴി കണ്ടെത്തുക, അതാണ് ലക്ഷ്യം. ആ ശ്രമം വളരെ നല്ലതാണ്. പക്ഷെ എനിക്കൊരു സംശയം. ഈ പറയുന്ന തത്വങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇന്നത്തെ ലോകത്ത് ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഉദാഹരണത്തിന് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രായോഗികമാവുക? വളരെ നല്ല ചോദ്യമാണ്. നമുക്ക് ആ ആശയങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ മെറ്റീരിയലിൽ പറയുന്ന ആദ്യത്തെ കാര്യം പ്രകൃതിയെ കാണുന്ന രീതിയിലെ വ്യത്യാസമാണ്. കാഴ്ചപ്പാടിലെ വ്യത്യാസം. അതെ, ആധുനിക ലോകം പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള ഒരു വിഭവമായിട്ടാണ്, ഒരു റിസോഴ്സ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ IKS പറയുന്നത് പ്രകൃതി ഒരു ജീവനുള്ള ഘടകമാണെന്നും നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണെന്നുമാണ്. അപ്പൊ മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, ഒരു ഭാഗം മാത്രമാണ്. ഒരു ഭാഗം മാത്രമല്ല, അതിനെ ആശ്രയിച്ച് മാത്രം നിലനിൽപ്പുള്ള ഒരു ഭാഗമാണ്. ആ ഒരു ചെറിയ വ്യത്യാസം വളരെ പ്രധാനമാണ്.
കാരണം പ്രകൃതിക്ക് മനുഷ്യനില്ലാതെ ജീവിക്കാൻ കഴിയും, പക്ഷെ മനുഷ്യന് പ്രകൃതി ഇല്ലാതെ കഴിയില്ല. ശരിയാണ്. ഈ തിരിച്ചറിവാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. നിങ്ങൾ ഈ ആശ്രയത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും കൗതുകം തോന്നി. പഞ്ചമഹാഭൂതങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ടല്ലോ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വാട്ടർ സൈക്കിൾ, കാർബൺ സൈക്കിൾ എന്നിവയുടെയൊക്കെ ഒരു പുരാതന പതിപ്പായി ഇതിനെ കാണാൻ പറ്റുമോ? അതോ അതിലും ആഴത്തിലുള്ള എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊരു മികച്ച താരതമ്യമാണ്. ഒരു തരത്തിൽ അതെ. ഈ 5 ഘടകങ്ങളുടെ സന്തുലിതാവസ്ഥയിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നതെന്ന ചിന്തയാണിത്. ബാലൻസ്. അതെ, ബാലൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് കോട്ടം തട്ടിയാൽ, ഉദാഹരണത്തിന് ജലം മലിനമായാൽ, അത് ആവാസ വ്യവസ്ഥയെ മുഴുവൻ ബാധിക്കും. ഇത് കേവലം ഒരു വിശ്വാസമല്ല, ആഴത്തിലുള്ള ഒരു പാരിസ്ഥിതിക ബോധമാണ്. ഈ സന്തുലിതാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഋതം എന്നൊരു വാക്ക് നിങ്ങളുടെ രേഖകളിൽ ഞാൻ കണ്ടു. RTA. അതെ, ഋതം. അത് പ്രപഞ്ചത്തിന്റെ ഒരു സാർവത്രിക നിയമം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഋതം എന്ന് പറയുന്നത് ഒരു കോസ്മിക് ട്രാഫിക് നിയമം പോലെയാണോ? ചിരിക്കുന്നു. ഒരു തരത്തിൽ അങ്ങനെ പറയാം. അതായത് ഒരു നദി അതിന്റെ സ്വാഭാവികമായ വഴിയിൽ ഒഴുകുന്നത് ഋത്തത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവിടെ ഒരു അണക്കെട്ട് കെട്ടി അതിന്റെ ഗതി മാറ്റുമ്പോൾ ഒരു പക്ഷെ താഴെയുള്ള ആവാസ വ്യവസ്ഥ നശിക്കാം. അതാണോ ഈ നിയമം ലംഘിക്കുന്നതിന്റെ ഒരു ഉദാഹരണം? വളരെ ശരിയായ ഉദാഹരണമാണ്. ഋതം അപ്രപഞ്ചികമായ താളമാണ്. സൂര്യൻ ഉദിക്കുന്നതും ഋതുക്കൾ മാറി വരുന്നതും വിത്തിൽ നിന്ന് മരമുണ്ടാകുന്നതുമെല്ലാം അതെല്ലാം ആ താളത്തിന്റെ ഭാഗമാണ്. ഒരു ഓർഡർ. അതെ, മനുഷ്യൻ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ താളം തെറ്റിക്കുമ്പോഴാണ് പാരിസ്ഥിതിക നാശം സംഭവിക്കുന്നത്. അത് ഋതത്തിന്റെ ലംഘനമാണ്. ഇത് കേൾക്കുമ്പോൾ ഈ ആശയങ്ങൾക്കെല്ലാം ഒരു ധാർമ്മികമായ അടിത്തറയുണ്ടെന്ന് തോന്നുന്നു. ധർമ്മം എന്ന വാക്ക് ഇതിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായും. നമ്മൾ ധർമ്മം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് മതപരമായ കാര്യങ്ങളാവും, അല്ലേ? അതെ. പക്ഷേ നിങ്ങളുടെ സോഴ്സ് മെറ്റീരിയൽ പറയുന്നത് അതിന്റെ അർത്ഥം അതിലും വലുതാണെന്നാണ്. ഒരു ഡോക്ടറുടെ ധർമ്മം രോഗിയെ ചികിത്സിക്കുക എന്നതാണ്. ശരി. ഒരു പുഴയുടെ ധർമ്മം ഒഴുകുക എന്നതാണ്. അതുപോലെ മനുഷ്യന്റെ ധർമ്മം പ്രകൃതിയെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ്. അതൊരു വ്യക്തിപരമായ ഇഷ്ടമല്ല. അല്ല, മറിച്ച് ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തു പോവുകയാണ്. പറമ്പിലെ മാവിൽ നിന്ന് ആവശ്യമുള്ള മാങ്ങ മാത്രം പറിക്കണം, വെറുതെ എറിഞ്ഞു കളയരുതെന്നൊക്കെ മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. ഒരു പക്ഷെ അതും ഈ പറയുന്ന ധർമ്മത്തിന്റെ ഒരു ചെറിയ ഭാഗമായിരുന്നിരിക്കാം, അല്ലേ? തീർച്ചയായും. അതാണ് അതിന്റെ പ്രായോഗിക രൂപം. ആവശ്യത്തിന് മാത്രം എടുക്കുക, ദുരുപയോഗം ചെയ്യാതിരിക്കുക. അതെ. ആ ധാർമ്മികതയുടെ ഏറ്റവും വിശാലമായ രൂപമാണ് വസുധൈവ കുടുംബകം എന്ന ആശയം. ലോകം ഒരു കുടുംബം. അതെ. ആ ആശയം കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇന്നത്തെ ലോകത്ത് രാജ്യങ്ങൾ അതിർത്തിയുടെ പേരിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്? ഇതൊരു വെറും സങ്കല്പമല്ലേ? നിങ്ങളുടെ സോഴ്സ് മെറ്റീരിയൽ ഇതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ആശയം പറയുന്നത് അതിരുകൾ ഇല്ലാതാക്കണം എന്നല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളോടും നമുക്കൊരു ബന്ധമുണ്ടെന്ന് തിരിച്ചറിയണം എന്നാണ്. ആമസോൺ കാടുകൾ കത്തുമ്പോ അത് ബ്രസീലിന്റെ മാത്രം പ്രശ്നമല്ല, അത് ഈ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതെ. ആ ഒരു തിരിച്ചറിവ് കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ ഇങ്ങനെ ഒരു കൂട്ടായ ഉത്തരവാദിത്ത ബോധമില്ലാതെ സാധ്യമല്ല. ശരിയാണ്. അപ്പോ ഈ തത്വങ്ങളെല്ലാം ഇന്നത്തെ നമ്മുടെ പുരോഗതി എന്ന സങ്കല്പത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായും. കൂടുതൽ ഉൽപാദനം, കൂടുതൽ ഉപഭോഗം, കൂടുതൽ സാമ്പത്തിക വളർച്ച, ഇതാണല്ലോ ഇന്നത്തെ മന്ത്രം. അതെ. IKS മുന്നോട്ട് വെക്കുന്നത് ഭൗതികമായ വളർച്ചയ്ക്ക് പകരം മനുഷ്യന്റെയും സമൂഹത്തിന്റെയും പ്രകൃതിയുടെയും ക്ഷേമത്തിനാണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. അതെ. മിതമായ ഉപഭോഗം, ആവശ്യത്തിനനുസരിച്ച് ജീവിക്കുക, സന്തോഷം കണ്ടെത്താൻ വസ്തുക്കൾ വാങ്ങിക്കൂട്ടേണ്ടതില്ല എന്നൊക്കെയുള്ള ആശയങ്ങൾ ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിന് നേരെ വിപരീതമാണ്. പക്ഷെ വീണ്ടും അതേ ചോദ്യം വരുന്നു, ഇതൊക്കെ പ്രായോഗികമാണോ? ഈ തത്വങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ ലോകം മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെയാണ് നിങ്ങൾ തന്ന മെറ്റീരിയലിലെ ഏറ്റവും രസകരമായ ഭാഗം വരുന്നത്. SDGs. അതെ, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും IKSഉം തമ്മിലുള്ള ബന്ധം. അതെ, അവിടെയാണ് ഈ പുരാതന ജ്ഞാനത്തിന്റെ ആഗോള പ്രസക്തി നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് SDG 2 വിശപ്പില്ലായ്മ, സീറോ ഹങ്കർ. അതെ, പരമ്പരാഗത കൃഷി രീതികൾ,
വിത്തിനങ്ങളുടെ സംരക്ഷണം, മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള അറിവുകൾ, ഇവയെല്ലാം ഇതിന് സഹായിക്കും. ശരിയാണ്. അതുപോലെ SDG3 നല്ല ആരോഗ്യം, ആയുർവേദവും യോഗയും. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്ന ജീവിതശൈലിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒരു പ്രിവെന്റീവ് സമീപനം. കൃത്യമായി. SDG6 അതായത് ശുദ്ധജലം, അതിലും ഈ ബന്ധം വ്യക്തമായി കാണാം. നമ്മുടെ നാട്ടിൽ പണ്ട് ധാരാളം കുളങ്ങളും മഴവെള്ള സംഭരണികളും ഉണ്ടായിരുന്നത് ഓർമ്മയില്ലേ? തീർച്ചയായും. ആ പരമ്പരാഗത ജലസംരക്ഷണ രീതികൾക്ക് ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. ഉണ്ട്. പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ചത് SDG12 ആണ്. റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അതെ, ഉത്തരവാദിത്തമുള്ള ഉപഭോഗവും ഉൽപാദനവും. ഇന്ന് ലോകം മുഴുവൻ മിനിമലിസം, കോൺഷ്യസ് കൺസംഷൻ എന്നൊക്കെ പറഞ്ഞ് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അപരിഗ്രഹം എന്നൊരു ആശയം ഉണ്ടായിരുന്നു. അപരിഗ്രഹം, നോൺ പൊസസീവ്നെസ്, അതായത് അത്യാവശ്യമില്ലാത്തതൊന്നും സ്വന്തമാക്കാതിരിക്കുക. ആ ഒരു ആശയം ജീവിത രീതിയുടെ ഭാഗമായിരുന്നു. അത് ശരി. ഇത് കേവലം ഒരു ഫാഷൻ ട്രെൻഡ് അല്ല, മറിച്ച് ഒരു ജീവിത ദർശനമായിരുന്നു എന്ന തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ SDG13 കാലാവസ്ഥ പ്രവർത്തനം. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതശൈലി സ്വാഭാവികമായും കാർബൺ ബഹിർഗമനം കുറയ്ക്കും. അപ്പൊ നമ്മള് ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഭാരതീയ ജ്ഞാന വ്യവസ്ഥകൾ സുസ്ഥിരതയ്ക്ക് വേണ്ടി കുറച്ച് പൊടിക്കൈകൾ പറയുകയല്ല, മറിച്ച് സമഗ്രമായ ഒരു ജീവിത രീതിയും ലോകവീക്ഷണവും തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതെ, ലോകത്തെ ഒരു കുടുംബമായി കാണുക, പ്രപഞ്ചത്തിന്റെ താളം തെറ്റിക്കാതിരിക്കാനുള്ള നമ്മുടെ കടമ മനസ്സിലാക്കുക, കുറഞ്ഞ കാലത്തെ ലാഭത്തേക്കാൾ ദീർഘകാലത്തെ ക്ഷേമത്തിന് വില കൽപ്പിക്കുക, ഇതെല്ലാമാണ് അതിന്റെ കാതൽ. അതെ, ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ രേഖകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പുരാതന ജ്ഞാനത്തെയും ആധുനിക ശാസ്ത്രത്തെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് വഴി. രണ്ടും ഒരുമിച്ച്. അതെ, പഴയതെല്ലാം നല്ലതാണെന്നോ പുതിയതെല്ലാം മോശമാണെന്നോ അതിനർത്ഥമില്ല. രണ്ടിലെയും ഏറ്റവും മികച്ച ആശയങ്ങളെ ഒരുമിപ്പിക്കുക. ശരി. അതിനാൽ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. ഓക്കെ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലോ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലോ ഈ ഭാരതീയ ജ്ഞാന വ്യവസ്ഥകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചെറിയ തത്വം, അതൊരു പക്ഷെ ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതിരിക്കുന്നതാവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതാവാം, അതെ, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ജലാശയം വൃത്തിയായി സൂക്ഷിക്കുന്നതാവാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഇന്നത്തെ ഏതെങ്കിലും ഒരു ആധുനിക രീതിയുമായി എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് കൂടുതൽ സുസ്ഥിരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും?